രഞ്ജിത്തിന്റെ വീട്ടിൽ പ്രതിഷേധം കണ്ടു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നു. കമൽ വിവരങ്ങളുമായിട്ട്. കമൽ, ആ പ്രതിഷേധം അവസാനിച്ചോ? ആ വാഹനം, ഔദ്യോഗിക വാഹനം അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടല്ലേ? അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണോ വാഹനം ഔദ്യോഗിക ബോർഡ് മാറ്റിയ ശേഷം കൊണ്ടുപോയത്? ദിവിഷ്, ഈ വാഹനത്തിന്റെ ബോർഡ് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. അത് ഒരുപക്ഷെ ഈ പ്രതിഷേധക്കാർ എത്തുമ്പോൾ ഈ സർക്കാർ വാഹനമായതുകൊണ്ട് വാഹനത്തിന് നേരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടാകുമോ എന്ന് കരുതി അവിടെ നിന്ന് മാറ്റിയതാണോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും അത് കുറെ മുൻപ് തന്നെ മാറ്റിയിരുന്നു. യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമാണ് ഈ രഞ്ജിത്തിന്റെ വീടിന് മുന്നിൽ നടത്തിയത്. പ്രതിഷേധം അല്പസമയം മുമ്പ് അവസാനിച്ചു. ആളുകളൊക്കെ പിരിഞ്ഞുപോയി. രഞ്ജിത്ത് എന്തായാലും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്നലെ മുതൽ അദ്ദേഹം വയനാട്ടിലെ വീട്ടിലുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം. രാവിലെ തന്നെ മാധ്യമപ്രവർത്തകർ വീട്ടിലെത്തിയിരുന്നു പ്രതികരണം എടുക്കാനായി. പക്ഷെ അദ്ദേഹം പുറത്തിറങ്ങാനോ പ്രതികരിക്കാനോ തയ്യാറായില്ല. അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകും. അതിനുശേഷം ഒരുപക്ഷെ പ്രതികരിച്ചേക്കുമെന്ന വിവരം മാത്രമാണ് ലഭിച്ചത്. അതിന് പിന്നാലെയാണ് ഉച്ചയോടെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തി ഏറെ നേരം ഈ പോർച്ചിലിടുന്ന മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തത്. അതോടെ പോലീസും സ്ഥലത്തെത്തി. എന്തായാലും ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷമോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പ്രതിഷേധക്കാർ അല്പസമയത്തിന് ശേഷം കുറെ നേരം അവിടെ ഇരുന്നതിന് ശേഷം തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഈ ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയ ശേഷം അവിടെ നിന്ന് മാറ്റിയിട്ടിട്ടുമുണ്ട്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. അതിന് മുൻപ് തന്നെ ഈ ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് മാറ്റി ആ വാഹനം അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത് ഒരു സംഘർഷാവസ്ഥയിലേക്കൊന്നും പോയില്ല. പ്രതിഷേധം അവിടെ നിന്ന് അവസാനിച്ചിരിക്കുന്നതാണ് കമൽ വിവരങ്ങൾ നൽകുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യൻ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. മാർഷൽ, ഇപ്പോൾ ശ്രീലത നമ്പൂതിരിയുടെ പ്രതികരണം കേട്ടു, നേരത്തെ ഉഷയുടെ പ്രതികരണം കേട്ടു. ഇത് അവസാനം ഈ പല പ്രതികരണങ്ങളും കേട്ട് വരുമ്പോൾ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ല, വാതിലിൽ മുട്ടിയിട്ടുണ്ടോ ഇല്ല, അങ്ങനെ പല വിധത്തിലാണ് ഇത്. എന്ത് പറയണമെന്ന് ഈ പ്രതികരിക്കാൻ വരുന്നവർക്ക് പോലും വലിയ പരിമിതികളും ഭയങ്ങളും ഒക്കെ ഉള്ളതുപോലെയാണ് പല പ്രതികരണങ്ങളും നമ്മളിൽ ഉണ്ടാക്കുന്ന തോന്നൽ. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്കിപ്പോഴും നിർവചിക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ ഒരു സാഹചര്യത്തെ മലയാള സിനിമ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുമാണ്. ഇത് സിനിമയോടുള്ള ആളുകളുടെ സമീപനത്തെ തന്നെ വല്ലാതെ മാറ്റാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് സർക്കാർ രഞ്ജിത്തിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഒപ്പം ഹേമ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഉടനടി അടുത്ത നടപടികളിലേക്കൊക്കെ പോകാൻ സർക്കാരിന് ഇനിയും ഇങ്ങനെ നോക്കിയിരിക്കാൻ കഴിയുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണവും രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് സർക്കാരിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി വന്നിട്ടുള്ള തീരുമാനങ്ങളും ആ കമ്മിറ്റിയെ നിയോഗിച്ചു എന്നുള്ളതെല്ലാം തന്നെ സർക്കാരിന് ഗുണകരമാണ് എന്നുള്ള നിലപാട് തന്നെയാണ് സാംസ്കാരിക മന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും ഒപ്പം ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണത്തെയും ഒരുമിച്ച് കൊണ്ടുവരാൻ എന്തായാലും സർക്കാർ താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, രഞ്ജിത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണത്തിൽ കഴമ്പുണ്ട്, അല്ലെങ്കിൽ ആ ആരോപണത്തിന്മേൽ ഒരു ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. CPIയുടെയും CPMൻ്റെയും സംസ്ഥാന നേതൃത്വവും അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രാജി എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയതുകൊണ്ട് മാത്രം ഈ പ്രശ്നമൊന്നും അവസാനിക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും അറിയാം. അതുകൊണ്ട് എന്തായാലും ഇത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് വരാതെ അദ്ദേഹത്തിൻ്റെ രാജി എത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധത്തിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കുക എന്നുള്ള നിലപാട് മാത്രമാണ് ഈ തീരുമാനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. തുടർ നടപടികൾ ഇപ്പോൾ ബംഗാളിൽ നിന്നുള്ള നടി അവർ ബംഗാളിൽ പരാതി നൽകുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടിയുമായി താനും മുന്നോട്ട് പോകുമെന്നാണ് രഞ്ജിത്ത് അറിയിച്ചിട്ടുള്ളത്. താനിപ്പോൾ ഇരയാണ്, അവരാണ് വേട്ടക്കാർ എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്നാൽ അതിന് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ പിന്തുണയുണ്ടായിരുന്നുവെങ്കിലും മറ്റു മന്ത്രിമാരും ഇടതുപക്ഷ അനുഭാവികളും എല്ലാം തന്നെ രഞ്ജിത്തിനെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആരോപണങ്ങൾ ഉയരുമ്പോൾ അവരെ സംരക്ഷിക്കുവാണെങ്കിൽ പിന്നീട് ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ ആരോപണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടാകുക? സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലേക്കുള്ള പ്രചരണമാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയെ ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എന്താകും എന്നുള്ള ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കണം. ആ രാജിവെച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഈ രാജിസന്നദ്ധ അദ്ദേഹവും അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്
അദ്ദേഹത്തിന് രാജി ഉണ്ടാകില്ല എന്നുള്ളൊരു മറുപടി ലഭിച്ചിട്ടില്ല. ഇത്തരമൊരു കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് മറ്റു മന്ത്രിമാരും തന്നിട്ടുള്ളത്. അതുകൊണ്ട് രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ആരോപണം തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വരും. അതുകൊണ്ട് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറും. പകരം ആര് എന്നുള്ള കാര്യമൊക്കെ പിന്നീട് സാംസ്കാരിക വകുപ്പും സർക്കാരും തീരുമാനിക്കത്തേയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ രാജി ഉറപ്പായിട്ടുണ്ട്. അത് എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിന് എത്രയും പെട്ടെന്ന് ഉചിതമായ ഒരു സമയത്ത് ആ രാജി സ്വീകരിക്കുക എന്നുള്ള നിലപാടായിരിക്കും ഉണ്ടാവുക. ശരി, എന്തായാലും നേരത്തെ തന്നെ എടുക്കേണ്ട തീരുമാനമായിരുന്നു. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ആ നടി വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയ്ക്ക് കൂടി രഞ്ജിത്ത് ആ സ്ഥാനത്ത് നിന്ന് മാറാൻ അദ്ദേഹം സ്വയം സന്നദ്ധനാകേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ കോണിൽ നിന്നും അതിശക്തമായ സമ്മർദ്ദം സർക്കാരിന് മേൽ വരുന്നു. വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം. ഇടത് അനുഭാവമുള്ളവർ പോലും ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നതോടെ സർക്കാരിന് രാജി എന്ന നിലയിലേക്ക് കടുപ്പിച്ചു തന്നെ പോകേണ്ടി വരുന്നു. അത് ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. ഉറപ്പായിട്ടില്ല, പക്ഷേ രാജി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. മാസ്റ്റർ ബി സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.